ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ തൊണ്ട ഇങ്ങനെ അടച്ചിരിക്കുക കേട്ടോ, അതുകൊണ്ട് ഒച്ചയ്ക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇത് നമ്മളുടെ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച്. ഇത് പെട്ടെന്ന് ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ഒരു ചലഞ്ചാണ് കേട്ടോ. ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. അതായത് നമുക്ക് ഇപ്പം എൻ്റെ വെയിറ്റ് കുറേ നാളായിട്ട് ജിമ്മിലൊക്കെ പോകാതെയും കുറച്ച് വെയിറ്റ് കൂടുതൽ. അപ്പം ഞാനോർത്ത് എൻ്റെ വെയിറ്റ് ഒന്ന് എനിക്ക് കുറയ്ക്കണം. അപ്പോൾ ഞാനോർത്തു ഇത് നമുക്കൊരു ചലഞ്ച് പോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ചലഞ്ച്. അപ്പം എൻ്റെ കൂടെ അവിടെ നമ്മുടെ ജിമ്മിലുള്ള കുറേ ആൾക്കാരും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്ന വർക്കൗട്ടെല്ലാം ഞാൻ പറയും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോർമലായിട്ട് ഡയറ്റ് കഴിച്ചുകൊണ്ട് അതിനനുസരിച്ച് പിന്നെ വേറെ ഒരു കാര്യം, വെളിയിൽ നിന്നുള്ളൊരു ഫുഡും കഴിക്കുന്നില്ല. ഷുഗർ മീൻസ് മിനിമം ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എനിക്ക് പൂർണ്ണമായിട്ടും നിർത്താൻ നല്ല പാടാണ്. അതുകൊണ്ട് കുറച്ച് കഴിക്കുക. അതായത് ചായ കുടിക്കുന്നതിന് മാത്രം, വേറെ അല്ലാതെ മധുരമൊന്നും കഴിക്കാതിരിക്കുക. അങ്ങനെ ഒരു ചെറിയൊരു കൺട്രോൾ വെച്ചിട്ട് എക്സസൈസും കൂടി ചെയ്തിട്ട് 30 ഡേയ്സ് നോക്കിയിട്ട് എത്ര കിലോ കുറയും എന്നറിയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നലെ തന്നെ ചലഞ്ച് തുടങ്ങിയ സമയത്ത് നമ്മുടെ എത്ര കറക്റ്റ് വെയിറ്റ് ആണോ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ നമുക്ക് 1 കിലോ ആയിരിക്കും കുറയ്ക്കുന്നത്, ചിലപ്പോൾ 1/2 കിലോ. എത്ര കുറയുമെന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ നമുക്കിത് എത്രയാണ് നമ്മുടെ വെയിറ്റ് കുറയുക അപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഈ ഡയറ്റ് കൊണ്ട് നമ്മുടെ എത്ര കുറയും, നോർമൽ ഡയറ്റ് എടുത്താൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്, ജങ്ക് ഫുഡ് കഴിക്കാതിരുന്നാൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്, വെളിയിൽ നിന്ന് അതായത് കൊക്കക്കോള അങ്ങനത്തെ യാതൊരു വെളിയിൽ നിന്നുള്ള ഫുഡും കഴിക്കാതിരുന്നാൽ എത്ര നമ്മുടെ ബോഡിയിൽ വ്യത്യാസം വരുന്നുണ്ട്, ഷുഗറിൻ്റെ അളവ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ കൺട്രോൾ ചെയ്തത് അതൊക്കെയും കൂടെ എഴുതി വയ്ക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ട്രയലാണിത്. ഈ 1 മാസം കൊണ്ട് നോർമലായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് എത്ര നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും വിത്ത് എക്സസൈസ്. അപ്പം ഞാൻ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്തത് 30 മിനിറ്റ്സ് എയറോബിക്സ് പ്ലസ് 40 മിനിറ്റ്സ് യോഗയാണ്, 45 മിനിറ്റ്സ് യോഗയാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളി സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രമാണ് ചെയ്യുന്നത്. സ്ട്രെങ്ത് ട്രെയിനിങ് എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള എക്സസൈസ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടമേ ഇല്ല, ഞാൻ ചെയ്യത്തുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാനും കുറച്ച് ലേറ്റായിട്ട് മാത്രമാണ് മനസ്സിലാക്കിയത്. എനിക്ക് എപ്പോഴും എയറോബിക്സ്, സുംബ, ബോഡി ഫിറ്റ് അതൊക്കെയായിരുന്നു ഇഷ്ടം. കാരണം വിഗറസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, പിന്നെ ഡാൻസ്, പാട്ട് വെച്ചിട്ടുള്ള അതൊക്കെയായിരുന്നു എനിക്കിഷ്ടം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരെയും പോലെ തന്നെ എൻ്റെയും വിചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് മസിൽ ബിൽഡപ്പ് ചെയ്യാനാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഫീമെയിൽ ബോഡിയും മെയിൽസിൻ്റെ ബോഡിയും വ്യത്യാസമാണ്. നമ്മൾ ഓർക്കുന്നത് എന്താണ്, സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പം ബോയ്സിന് വരുന്ന പോലെ മസിൽ നമുക്കും വരുമെന്നാണ്. പക്ഷെ അങ്ങനെ വരത്തില്ല കേട്ടോ. ഫീമെയിൽ ബോഡിയിൽ നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കുന്ന ബോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാമല്ലോ എല്ലുകൾ, അതായത് ബോണിനെ നല്ല പ്രായമാകുന്നതോറും ബോണുകൾ വീക്കായിട്ട് വരും, ബ്രിട്ടിലാവുമ്പോൾ പെട്ടെന്ന് അത് ഒടിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ബോണിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മസിൽസാണ്. അപ്പം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പം ഈ മസിൽസ് സ്ട്രോങ് ആവുക ചെയ്യുന്നത്. സ്ട്രോങ് ആയ മസിൽസ് നല്ലതായിട്ട് ബോണിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. നമ്മൾ കണ്ടില്ല, പ്രായമുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഒന്ന് ബാത്റൂമിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് വീണ് ഉടനെ ഫ്രാക്ചർ ആവും. ആ ഒരു നമുക്ക് പ്രായമാകും തോറും ബോൺസ് ബ്രിട്ടിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ബോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പം നമ്മളൊരു ട്രെയിനർ അണ്ടറിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. പക്ഷേ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ട്രെയിനർ അണ്ടറിലേ ചെയ്യാവുള്ളൂ. നമുക്ക് എത്ര വെയിറ്റ് എടുക്കാൻ പറ്റും, നമ്മുടെ ബോഡി എത്ര അലൗ ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി മാസിനനുസരിച്ചായിരിക്കും, അതൊക്കെ ഒരു ട്രെയിനറിന് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം 1 മാസമെങ്കിലും ഒരു ട്രെയിനറുടെ അണ്ടറിൽ വെയിറ്റ് ട്രെയിനിങ് എടുത്തിട്ട് പിന്നെ നമ്മളത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് ഭയങ്കര 40 കഴിഞ്ഞ ആൾക്കാർക്ക് 30കളിലേ തുടങ്ങുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷേ 40+ ഇത് മസ്റ്റാണ്. ഇത് ഏതൊരു സ്ത്രീകളും ചെയ്തിരിക്കേണ്ടതാണ് വെയിറ്റ് ട്രെയിനിങ്. അപ്പം നമ്മൾ അതിന് നമ്മുടെ ഈ പുറകിലുള്ള ബൾജസ് ഒക്കെ ഇല്ലേ, നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ഇങ്ങനെ 2 ബൾജസ്, അതുപോലെ നമ്മുടെ ലവ് ഹാൻഡിൽസ്, ഇതൊക്കെ ശരിക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ഞാൻ ചെയ്യുന്ന എക്സസൈസിൽ ഇത് ചെയ്യുമ്പോൾ ഇത് മുഴുവൻ ബോഡിയും സ്ട്രെച്ച് ആകുകയാണ്. അപ്പോൾ ആ സ്ട്രെച്ച് ആകുമ്പോൾ ആ ലവ് ഹാൻഡിൽസ് ഒക്കെ ഒത്തിരി വ്യത്യാസം വരും കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ബാർബലാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള ബാർബലാണ്. 5 കിലോയുടെ, 7 കിലോയുടെ, 12 കിലോയുടെ, അങ്ങനെ. ഇത് 12 കിലോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങനെ താഴോട്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പല വെയിറ്റ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തേത് ഞാൻ ചെയ്യുന്ന ഫുൾ ബോഡി വെയിറ്റ് ട്രെയിനിങ് ആണ്. ചിലപ്പോൾ നമ്മൾ കൈയുടെ മാത്രം ചെയ്യും, ചിലപ്പം കാലിലെ മസിൽസിന് മാത്രം ചെയ്യും. ഇത് ഫുൾ ബോഡി വെയിറ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക്
ആഴ്ചയിൽ 3 ദിവസമാണ് വെയിറ്റ് ട്രെയിനിങ് ഉള്ളത്. അതായത് മൺഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ. മനീഷ എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ട്രെയിനറാണ് ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് നമ്മളിപ്പം ഞാൻ കുറേ നാളായല്ലോ അവരുടെ കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ബോഡിയുടെ അതറിയാം, അതനുസരിച്ച് അവർ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ബാർബെൽ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഇത് പല പല വെയിറ്റിലുണ്ട്. ഇപ്പം ഞാനിത് ചെയ്യുന്നത് 12 കിലോയുടെയാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ചിലപ്പോൾ ഡമ്പൽ വെച്ചും ചെയ്യിക്കാറുണ്ട്. പിന്നെ ചില മെഷീൻസ് ഉണ്ടല്ലോ ജിമ്മിൽ, അതൊക്കെയും സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ജിമ്മിൽ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ ആ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എടുക്കണം. അപ്പോൾ എപ്പോഴും ജിമ്മിൽ പോയിട്ടാണെങ്കിലും ട്രെയിനർ പറയുന്നതിനനുസരിച്ച് വെയിറ്റ് ട്രെയിനിങ് എടുക്കുക. 10 കിലോയിൽ ഇപ്പോൾ ഞാനിപ്പോഴും 15 കിലോയിലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഈ ജിമ്മിലെ മെഷീൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നും കൂടുതൽ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമല്ലോ നമ്മളിങ്ങനെ ഡെഡ് ലിഫ്റ്റ് അറിയാമോ? താഴെ നിന്ന് ഇങ്ങനെ വെയിറ്റ് വെച്ചിട്ട് മുകളിലോട്ട് നേരെ എടുത്തുകൊണ്ട് വരുന്നത്. അതൊക്കെയും ചില ലേഡീസുണ്ട് 30 kg വരെയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴത് 15 കൂടുതൽ ചെയ്യാനില്ല. അതായത് ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ കേട്ടോ വെയിറ്റ് ട്രെയിനിങ്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അപ്പോൾ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 3 ദിവസം വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്, 2 ദിവസം നമുക്ക് എയറോബിക്സ് ഉണ്ട്, പിന്നെ നമുക്ക് 1 ദിവസം ബോഡി ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ബോഡി ഫിറ്റ്. പക്ഷേ പിന്നെ 5 ദിവസം യോഗയുണ്ട്. യോഗ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ യോഗ നമുക്ക് ബോഡിയിൽ ഫ്ലെക്സിബിലിറ്റി തരാനായിട്ട് സഹായിക്കും. സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് മസിൽസ് സ്ട്രോങ് ആക്കാൻ സഹായിക്കും. കാർഡിയോ എക്സസൈസിൽ എയറോബിക്സ്, സുംബ, ബോഡി ഫിറ്റ് അതൊക്കെ നമുക്ക് വെയിറ്റ് ലോസിന് വിഗറസ് ആയിട്ട് ഫാറ്റ് ബേണിന് സഹായിക്കും. പക്ഷേ കാർഡിയോ മാത്രം ചെയ്തിട്ടും കാര്യമില്ല, വെയിറ്റ് ലോസ് സ്ട്രെങ്ത് ട്രെയിനിങ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, യോഗ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ മിക്സ് ആയിട്ട് ചെയ്യുക. പിന്നെ യൂട്യൂബ് കണ്ടിട്ട് നമുക്ക് കാർഡിയോയും യോഗയൊക്കെ ചെയ്യാം. എന്നാലും യോഗയും ഒരു ഇൻസ്ട്രക്ടറുടെ അണ്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് നടക്കാൻ പോകാം. അങ്ങനെ എന്നും ഒരേ രീതിയിലുള്ള എക്സസൈസ് ബോറടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാറ്റി ചെയ്യുക. ഞാൻ അങ്ങനെയുള്ള ആളാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് ചിലപ്പം ഡാൻസിന് പോകും, ചിലപ്പം നടക്കാൻ പോകും, ചിലപ്പം ഏരിയൽ യോഗ ചെയ്യും. എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ റൊട്ടീനിൽ പോകുന്ന അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ജിമ്മിലെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ 3 ദിവസം വെയിറ്റ് ട്രെയിനിങ്, 2 ദിവസം എയറോബിക്സ്, പിന്നെ 1 ദിവസം ബോഡി ഫിറ്റ്, പിന്നെ യോഗ എന്നും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബോറടിക്കാതെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ പറയത്തില്ല, ചില ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ജിമ്മിൽ പോകാനുള്ള ഒരു സിറ്റുവേഷനെല്ലാം സമയമില്ലെങ്കിൽ നമ്മൾ പതുക്കെ 1 മാസത്തേക്കെങ്കിലും ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രെയിനറിൻ്റെ അടുത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ എന്തെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതനുസരിച്ച് ഒന്ന് പഠിച്ചിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ എത്ര പൈസ കളയുന്നുണ്ട്, വെളിയിൽ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വരുമ്പോഴത്തേനും നമുക്കൊരു പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഈ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഈ വാങ്ങിക്കുന്ന ഡ്രസ്സൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ പറയട്ടെ, സാധാരണ നമ്മൾ ജിമ്മിൽ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ വയ്ക്കുന്ന നമ്മുടെ ബോഡി ഒന്ന് ഭംഗിയാക്കാം, രസമുണ്ട് കാണാൻ, ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, അതൊരു ആസ്പെക്റ്റ്. പക്ഷേ മെയിൻ ആസ്പെക്റ്റ് ഇതല്ല കേട്ടോ. ഹെൽത്തി ആയിട്ടിരിക്കുക എന്നാണ്. ഒരു സെഡൻറ്ററി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖങ്ങൾക്ക് ഒരു ലിമിറ്റില്ല അല്ലേ. നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം. പക്ഷേ അത് ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്നും ജിമ്മിൽ പോകാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. ബാക്കിയുള്ളതെല്ലാം പ്ലസ് പോയിൻറ്റ്സ് ആണ്, ബോണസാണ് കേട്ടോ. നമ്മുടെ ബോഡി നന്നായിട്ടിരിക്കും, നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് രസമായിട്ട് തോന്നും, വയറ് കുറയും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷെ അതൊന്നും നോക്കാത്തവർക്ക് ഉള്ളി നിങ്ങളുടെ ഹെൽത്തിനെ വെച്ചെങ്കിലും നിങ്ങൾ അതായത് വർക്കൗട്ട് സെഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ കൂടെ ഞാൻ വെൽനസ് വേദ് ബൈ ലക്ഷ്മി, ആ ചാനലിൽ ഞാൻ എപ്പോഴും ഫിറ്റ്നസ്സിനും, അതായത് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ലല്ലോ, മെൻ്റൽ ഫിറ്റ്നസ്സിനും കൂടെ അതായത് മെൻ്റലി നമ്മൾ ഫിറ്റായിട്ടിരിക്കണം. മെൻ്റലി ഫിറ്റായിരിക്കണമെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇടുന്നത്. അതായത് നമ്മൾ ഡേ ടു ഡേയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അങ്ങനെ മെൻ്റൽ ഫിറ്റ്നസ്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി ജിം വർക്കൗട്ടും നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടല്ലോ. പക്ഷേ നമുക്കിതിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പം നമുക്കങ്ങനെ മനസ്സിലാവത്തില്ല എന്താ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് കുറച്ച് പറയുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 കിലോയുടെ ഡമ്പലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഡമ്പൽ ഇല്ലെങ്കിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളൊരു ട്രെയിനറിൻ്റെ അണ്ടറിൽ ഒരു പ്രാവശ്യം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് നമുക്ക് വീട്ടിൽ വന്നിട്ട് ഒരു യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. യോഗ എപ്പോഴും നിങ്ങൾ യോഗ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യോഗ ഹെൽത്തിന് വേണ്ടി ഏറ്റവും നല്ലതാണ്. നമ്മുടെ ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമം, അതൊക്കെ എന്തൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഗതികളാണ്.
നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ യോഗയും ഒരു റെഗുലർ പ്രാക്ടീസ് ആകുക. യോഗ ഈസ് ലൈഫ് എന്നാണല്ലോ, അങ്ങനെ യോഗ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മുടെ ഏജ് റിവേഴ്സലാണ് ശരിക്കും യോഗ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പമാവുമെന്നല്ല, നമ്മുടെ സെൽസിന് ആ ഒരു ചെറുപ്പത്തിലോട്ടുള്ള, അതായത് നമ്മുടെ സെൽസ് നന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ പുതിയ സെല്ലുണ്ടാകുന്നത്. ആ പുതിയ സെല്ലെല്ലാം ഉണ്ടാകുന്നത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള സെൽസാണ് ഉണ്ടാകുന്നത്. ഈവൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെപ്പോലും ബീറ്റ് ചെയ്യാനായിട്ട് യോഗ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ എപ്പോഴും നമ്മൾ വായിക്കുന്നതും കാണുന്നതും ഒക്കെയാണ്. ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ ബാർബെല്ല് വെച്ചിട്ടുള്ള എക്സസൈസ്. അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ഇത് ജമ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത്രയൊന്നും ചെയ്തില്ലെങ്കിൽ നോർമലായിട്ട് ഡമ്പൽ വെച്ചിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എല്ലാവരും ചെയ്യുക. പിന്നെ ചലഞ്ചിൽ കൂടാൻ ആവശ്യമുള്ളവർ കൂടുക കേട്ടോ, നല്ലതാണ്. നമുക്കൊരു 30 ദിവസം കൊണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ബോഡിയിൽ എന്തൊരു മാറ്റമാണ് വരുന്നത്. അപ്പോൾ മാർച്ചിൽ നമ്മൾ ഫുൾ ചലഞ്ചസ് ആണ്. ഒന്ന് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ മിനിമലിസത്തിൻ്റെ ഒരു ചലഞ്ച് എടുത്തിരിക്കുകയാണ്, നോ സ്പെൻഡ് മന്തായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു ഹോളി മന്ത് ആണല്ലോ, റംസാൻ്റെ മന്ത് അല്ലേ. അപ്പോൾ നമുക്കതനുസരിച്ച് ഇതൊക്കെ ചെയ്യാം. എൻ്റെ കൂടെ കൂടാൻ ആഗ്രഹമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുക. എൻ്റെ ജിമ്മിൽ നിന്നൊക്കെ കുറച്ച് പേര് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. മലയാളീസ് എൻ്റെ ചാനൽ കാണുന്നവർ എത്ര പേര് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള മന്ത് നമുക്ക് 30 ദിവസം കഴിയുമ്പോൾ കറക്റ്റായിട്ട് നോക്കാം കേട്ടോ, എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സ്ട്രെച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ സ്ട്രെച്ചിങ് ചെയ്യിക്കാനായിട്ട് അവരൊരു മാറ്റ് വെച്ചിരിച്ചിട്ട് പിന്നെ അവർ പറയുന്ന സ്ട്രെച്ചിങ് കൂടെ ചെയ്യുമ്പം ഇന്നത്തെ എക്സസൈസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ 98 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100 പേരുള്ളൊരു ഫാമിലി നമ്മൾ പെട്ടെന്നാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോഴും ചിരി വരും കേട്ടോ. എല്ലാവരും 100K സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ 100 പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ഫാമിലിയിൽ, നമ്മുടെ ഫാമിലിയിൽ 100 പേര്, അത് നമ്മൾ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഇത് ഫുൾ ബോഡി വർക്കൗട്ടാണ്, ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ലക്ഷ്മി ചലഞ്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാമല്ലോ നമുക്ക് എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന്. കറക്റ്റായിട്ടുള്ളൊരു ഇത് കറക്റ്റായിട്ട് കണ്ട വെയിറ്റിൻ്റെ അത് ഞാൻ പറയാം കേട്ടോ, എത്രയാണ്. ചിലപ്പം വെയിറ്റ് ലോസ് ഇല്ലെങ്കിൽ പോലും സത്യമായിട്ട് തന്നെ പറയാം കേട്ടോ. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് കൂടിയിരിക്കുകയെന്ന്. എൻ്റെ വെയിറ്റ് 58.4 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എത്രയാണ്? സാധാരണ 55-56 ഞാൻ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു റുട്ടീനൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനെടുത്തത് 58.4 ആണ്. വേണമെങ്കിൽ ഞാൻ നാളെ അത് കറക്റ്റ് വെയിങ് മെഷീനിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരു മാസം കഴിയുമ്പോൾ എത്രയാണെന്നും കാണിച്ചു തരാം. അപ്പം നിങ്ങളും അതുപോലെ തന്നെ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ജങ്ക് ഫുഡൊന്നും കഴിക്കാം, നമുക്ക് നോക്കാം നമ്മുടെ വെയിറ്റ് എത്ര കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു. ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബൈ.